ഇത് നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റ്. നിങ്ങൾ ഫോൺ മാറ്റി വെച്ചേക്കല്ലേ, നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു അവസരം തരുന്നു. ഫോൺ എടുത്തോ. ഫോൺ എടുത്തിട്ട് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് നിങ്ങളുടെ 2 ഫോണിലേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാൻ പാടില്ല. നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളുടെ 2 പേരുടെയും ഫ്രണ്ട്സിന്റെ ലൈക്ക് ഒരു ഫ്രണ്ടിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ലൈക്ക് ഒരു പേര് വന്നിട്ടുണ്ട്. ഓക്കെ, കിട്ടിയോ? എനിക്ക് മനസ്സിലായില്ല. മൈൽ സ്റ്റോൺ ഫോണില് വാട്സപ്പിലല്ലേ? വാട്സാപ്പിലാണ് വാട്സപ്പില് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. കണ്ടോ? രണ്ടുപേരും കണ്ടില്ലേ? അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കരുത്. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. നിങ്ങളുടെ ലൈഫില് നിങ്ങളുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട്സ്, 2 ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ സജിൻ ചേട്ടന്റെ ഫോണിലേക്ക് കൊടുത്തിരിക്കുന്ന ഏത് ഫ്രണ്ടിന്റെ പേരാണെന്നുള്ളത് ആലിസ് ചേച്ചി ഗസ് ചെയ്യണം. അതിന് സജിൻ ബ്രോയ്ക്ക് ഇത് കൊടുക്കാം, ക്ലൂസ് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആൻസർ പറഞ്ഞിട്ട് എങ്ങനെയാണെങ്കിലും പേര് കണ്ടുപിടിക്കണം. മനസ്സിലായോ? അങ്ങോട്ട് ഇങ്ങോട്ടും പേര് കണ്ടുപിടിക്കണം. ക്ലിയർ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഓക്കെ, ക്ലൂതാ, ഞാൻ പറയാം ആരാന്ന്. ഓക്കെ, ഫസ്റ്റ് ആലിസ് ചേച്ചിയുടെ നമുക്ക് കണ്ടുപിടിക്കാം. അല്ല, അവിടെ കണ്ടുപിടിക്കാം. ഓ, ഞാൻ ഓക്കെ 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 എസ് ഓർ നോ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് സച്ചിൻ ചേട്ടൻ അയച്ച പേരെന്നല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ. ഓക്കെ. നമ്മുടെ രണ്ടുപേരുടെ ഫ്രണ്ട് ആണോ പാപ്പന്റെ മാത്രം ഫ്രണ്ട് ആണോ? രണ്ടുപേരുടെ ഫ്രണ്ട് ആണ്. ഓക്കെ, 5 പോയിന്റ്സ് ആണ് കേട്ടോ നമുക്കുള്ളേ. 5 എസ് ഓർണേ പറ്റുള്ളൂ. 5 പറ്റുള്ളൂ. കൊച്ചിയിലാണോ വേറെ എവിടെയെങ്കിലും ആണോ? കൊച്ചിയിലാണ്. ഓക്കെ. മാരീഡ് ആണോ അൺമാരീഡ് ആണോ? മാരീഡ് ആണോ? ഓക്കെ, സന്തോഷം. ഓക്കെ. ഗേൾ ആണോ ബോയ് ആണോ? ഗേൾ ആണ്. ഗേൾ ആണ്. കള്ളൻ. അതിന്റെ ഇടയിൽ കൂടെ ലാസ്റ്റ് വന്നെ. ഓക്കെ, നമ്മുടെ ഏജ് ഗ്രൂപ്പ് ആണോ അതോ ഏജ് കുറഞ്ഞതാണോ കൂടിയതാണോ? നമ്മുടെ അതേ ഏജ് ഗ്രൂപ്പാണ്. നമ്മുടെ അതേ ഓക്കെ, ഒരു 2-3 ചോദ്യം കൂടി ചോദിച്ചോ, കുഴപ്പമില്ല. എനിക്ക് തന്നെ കിട്ടുന്നില്ല, അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ. ഈ ചായനുമായിട്ടാണോ ക്ലോസ് ഞാനുമായിട്ടാണോ ക്ലോസ്? ഞാനുമായിട്ടാണ് ക്ലോസ്. അതാരപ്പാ? അതാരാ? കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണ്. നമ്മളെക്കാളും കൂടുതൽ എന്നോടാണ് സ്നേഹം. കൊച്ചിയിലും ഉണ്ട് കേട്ടോ. ഓക്കെ, എനിക്ക് ഒരു 2 ക്വസ്റ്റ്യനോട് ചോദിച്ചോ. 2 കാണാൻ എങ്ങനെയുണ്ട്? എന്നെ സുന്ദരിയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം ഓക്കെ, ഇത് വിഷയാക്കേണ്ട കേസാണ്. നിന്നെക്കാളും സുന്ദരിയാന്ന് പറയാം. അപ്പൊ അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ട്. അതാരാ? എനിക്ക് കിട്ടിയോ? എനിക്കറിയില്ല ആരാന്ന്, പക്ഷെ എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും. എനിക്കറിയില്ല. നീ ചോദിച്ചോ? ഓപ്ഷൻ ഉണ്ട്. ചോദിക്കേ, ഇനി ചോദിക്കാം. ചോദിച്ചുകൊണ്ടേയിരിക്കൂ. എനിക്ക് അറിയാവുന്ന ഒരാളാ. ആലിസ് ചേച്ചിക്ക് ടെൻഷനായി. ബ്ലാങ്ക് കാണാൻ ഭംഗിയുള്ള കൊച്ചും അതല്ല, നിന്നെക്കാട്ടിലും സുന്ദരിയാണ്. അത് പറയരുതായിരുന്നു. അത് വർത്താനായി. മുഖമൊക്കെ ചുമന്ന്, ബ്ലഷ് അല്ല അത്, മുഖം ചുമന്നതാ ടെൻഷനായിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 2-3 വർഷമായി കാണണം. 2-3 വർഷമായതോ? അതാരവിടെ കൊച്ചിയില്? ചോദിച്ചോ. നമ്മുടെ അതേ ഏജ് ഗ്രൂപ്പ്. ആരുടെ ഫീൽഡാ? നിന്റെ ഫീൽഡാണോ എന്റെ ഫീൽഡാണോ? നിന്റെ ഫീൽഡാണ്. നീ നോക്കിയാ എന്തിവിടെ നടക്കുന്നേ കേരളത്തില്? കൊച്ചി കേരളത്തില് എന്തൊക്കെയാ നടക്കുന്നേ? എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, പറഞ്ഞോളാം. തീർക്ക്. ദേഷ്യം വരുന്നു. ഓക്കെ, കാണിച്ചു കൊടുത്തോ. ഞങ്ങൾക്ക് കൂടി കാണിച്ചു തരോ? എന്റെ പേര് ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഒരാളും പറയത്തില്ല. ഇപ്പൊ ഇൻകേസ് ആണെങ്കിൽ പോലും ഒരാളുടെ അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയില്ല. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ചല്ലേ ചോദിച്ചത്? നിന്നെ കൂട്ടിയില്ല അതിനകത്ത്, അതാണ്. ഓക്കെ, ശരി. ഇനി എന്നോട് ചോദിക്കാം. ഇനി ആലിസ് ചേച്ചിയുടെ ഗസ് ചെയ്യണം. ചേട്ടൻ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചോ. എനിക്കൊരാളുടെ പേര് വന്നിട്ടുണ്ട്. ആരാത്? കൊച്ചിയുള്ളതാണോ? കൊച്ചിയിൽ മാത്രല്ല, 2-3 സ്ഥലങ്ങളായിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. നമ്മളായിട്ടുള്ള ബന്ധം നമ്മളായിട്ടുള്ള ബന്ധം ഈ വ്യക്തിക്ക് നമ്മൾ 2പേരായിട്ട് കോണ്ടാക്ട് ഉണ്ട്. നമുക്ക് 2പേർക്കും അവരെ നന്നായിട്ട് അറിയാം. നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണോ? ഫാമിലിയിലില്ല, ഫ്രണ്ട് സർക്കിളിലുള്ളവരാണ്. പക്ഷെ എനിക്ക് എന്റെ ഫാമിലി പോലെയാണ്. എന്തായാലും മോന്റെ പേര് പെൺകുട്ടി. ലാസ്റ്റ് സജന എന്തായാലും അറിയില്ല. സ്റ്റെഫിന്നോ? ഇല്ല, കുക്കു ഫ്രണ്ട് അല്ലല്ലോ. എന്തോ ഇത് പറഞ്ഞു പറഞ്ഞ കഥ അറിയോ? ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ല കേട്ടാ.
പെട്ടെന്ന് പേടിച്ച് ക്ലൂ തരാം. കൊച്ചിയിലുണ്ടോ നമ്മുടെ കൂടെ? കൊച്ചിയിലുണ്ട്, നമ്മൾ എപ്പോഴും കാണാറുണ്ടോ? എപ്പോഴും കാണാറില്ല, പക്ഷെ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പം നമ്മുടെ വർത്തമാനത്തിൽ വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഞാൻ എപ്പോഴും മിണ്ടാറുണ്ട്, വിളിക്കാറുണ്ട്. ചോദിച്ചോണ്ടിരിക്കേ സജിൻ ചേട്ടാ. ചോദിക്കേ. ഓക്കെ, അടൂര്, പത്തനംതിട്ട, കൊച്ചി. കൊച്ചി. കൊച്ചി നമ്മുടെ ഫ്ലാറ്റിലുണ്ടോ? നമ്മുടെ ഫ്ലാറ്റിന്റെ ഉള്ളതാണോ? എന്തായാലും നമ്മുടെ കൂടെ അല്ല. നമ്മുടെ കൂടെ അല്ല. നിന്റെ നമ്മുടെ പ്രൊഫഷനാണോ? ഏകദേശം അടുത്താണ്. നിന്റെ പ്രൊഫഷനാണോ? എന്റെ പ്രൊഫഷനാണ്. നമ്മുടെ ഏകദേശം അടുത്താണ്, വലിയ ദൂരമൊന്നും ഇല്ല. ഓക്കെ, എനിക്കൊന്ന് കാണണമെന്ന് വെച്ചാൽ ഓടിപ്പോയി കണ്ടിട്ട് വരാം. ക്യാമറ ഡയറക്ടർ. ഇതെന്ത്? എന്നാ പിന്നെ പേരുകൂടി പറഞ്ഞോ. ചോദിക്കാലോ. ക്യാമറ ഡയറക്ടർ ഒന്നും ഇല്ല, പെൺകുട്ടിയാണ്. ടെൻഷൻ മാറിയില്ലേ? പെൺകുട്ടിയാണ്. ചേട്ടന് ഇപ്പൊ ടെൻഷൻ ഇല്ല, ചേട്ടൻ സേഫ് സോണാ. പെൺകുട്ടിയാണ്. എനിക്ക് ഇപ്പോഴാണ് എനിക്ക് പറയാതിരിക്കല്ലോ. നേരത്തെ പറയണ്ടേ. ചോദിക്കേ. പെൺകുട്ടിയുടെ പേര് എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആദ്യത്തെ അക്ഷരം? അയ്യോ, പിന്നെ ആദ്യത്തെ ലെറ്റർ പറഞ്ഞാൽ തീർന്നു, പുല്ല് പോലെ കണ്ടുപിടിക്കും. അറിയാം, അത്രയ്ക്ക് അറിയാം. നിന്റെ പേരല്ലല്ലോ നീ ഉദ്ദേശിച്ചത്? അല്ല 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 അല്ല, എന്തായാലും ഞാനല്ല. ചോദിക്കേ. നമ്മുടെ കാറിൽ വരാറുണ്ടോ? നമ്മുടെ കാറിൽ എന്തൊക്കെ ചോദ്യങ്ങൾ നമ്മുടെ കാറിൽ വരാറുണ്ടോ? നമ്മുടെ കാറിലൊന്നും അങ്ങനെ വരാറില്ല. ഞാൻ അവരുടെ കാറിൽ കൂടെ പോയിട്ടുണ്ട്. നീ അവരുടെ കാറിൽ പോയി? ഞാൻ നമ്മുടെ കാറിലേക്ക് അവര് വരാറുണ്ട്. ചെയ്തിട്ടുണ്ട്. എവിടെയാണ് യാത്രക്ക് പോയത്? കുറച്ച് ലോങ് ട്രിപ്പ് ആയിരുന്നു. എനിക്ക് വയ്യ, ഇതിനൊരു തീരുമാനമാവില്ല ഗൈസ്. കുറച്ച് ലോങ് ട്രിപ്പ് ആയിരുന്നു. ലോങ് ട്രിപ്പ് എവിടെ വരെ പോയി? കോട്ടയം. കോട്ടയം വരെയോ? പെൺകുട്ടിയാണ്. പെൺകുട്ടി കോട്ടയം. കോട്ടയത്തല്ല. ബാക്കി ചോദിക്കേ. ചോദിച്ചോണ്ടിരിക്കും. ഏജ് ചോദിക്കേ. ഏജ് എന്താ? എന്റെ ഏജ് ആണ്. വെരി ഇൻട്രസ്റ്റിംഗ്. നീയാണോന്ന്? ഞാനൊന്നും അല്ല. ഞാനല്ല. നിന്റെ ഏജ് ആണ്. നിന്റെ ഫ്രണ്ട് ആണ്. എന്റെ ഫ്രണ്ട് ആണ്. ഞാനോട് എന്നെ നല്ലപോലെ അറിയാം. എന്നെ വിളിക്കാറുണ്ട്. എന്നെ ഫോണിൽ വിളിക്കുന്ന വിളിക്കുമ്പോ ആവശ്യങ്ങൾക്ക് സംസാരിക്കാറുണ്ട്. ആവശ്യങ്ങൾക്ക് സംസാരിക്കാറുണ്ട്. ഫ്രണ്ടാണ്, പെൺകുട്ടിയാണ്, കാറിൽ പോയിട്ടുണ്ട്. ചേച്ചി കല്യാണം മാരീഡ് ആണ്. ഈ അടുത്ത് കഴിഞ്ഞു. എനിക്കറിയാൻ ചാൻസ് കുറവാ. എനിക്കറിയില്ല. ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ. അപ്പൊ ഈ ഐശ്വര്യ അല്ല? അല്ലേ, ശരി, ഞാനും അതായിരുന്നു വിചാരിച്ചേ. ശ്രീവിദ്യ. ആരാ? ശ്രീവിദ്യ. ഓക്കേ. വേറെ എന്തൊക്കെ നല്ല ഉണ്ടായിരുന്നു? ഒരെണ്ണം പറഞ്ഞ എന്ത് പറയുക? അത് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ തീർന്നു. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും അറിയല്ലോ. ശ്രീവിദ്യ മല്ലശ്ശേരി. എന്നാലും അല്ലെ, പക്ഷെ ആ കല്യാണം അടിപൊളിയാണ്. അതുപോലെ തന്നെ ഐശ്വന്റെ കല്യാണം ചേച്ചി വീഡിയോ എടുത്തൊക്കെ ഭയങ്കര വൈറൽ. രാത്രി വീട്ടിൽ കാണാൻ വേണ്ടി. അതെ, അത് അടിപൊളിയായിരുന്നു. അതും ഭയങ്കര വൈറലായ വീഡിയോ ആയിരുന്നു. നമ്മുടെ ആ സെഗ്മെന്റ് കഴിഞ്ഞു. രണ്ടുപേരും പൊട്ടി ഗൈസ്. ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ആലീസ് ക്രിസ്റ്റി. ജനപ്രീതി ആർജിച്ച നിരവധി സീരിയലുകളിലൂടെയും പിന്നീട് സ്റ്റാർ മാജിക് ഷോയിലൂടെയും ആലീസ് ശ്രദ്ധ നേടിയിട്ടുണ്ട്. യൂട്യൂബ് ചാനലുമായും സജീവമാണ് താരം. സോഷ്യൽ മീഡിയയിലൂടെയും ആലീസ് തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. ആലീസ് മാത്രമല്ല, ഭർത്താവ് സജിനും ഇപ്പോൾ പ്രേക്ഷകർക്ക് സുപരിചിതനാണ്. സച്ചിന്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. സാധാരണ വലിയ പിറന്നാൾ സർപ്രൈസുകൾ കൊടുക്കാറുണ്ടെങ്കിലും ഇത്തവണ ആഘോഷങ്ങൾ ലളിതമാണെന്ന് പറയുകയായിരുന്നു ആലീസ്. ആലീസും സച്ചിനും നൽകിയൊരു ഇന്റർവ്യൂവിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ഇരുവരും എപ്പോഴും ജോളിയൊന്നുമല്ല, ഇടയ്ക്കൊക്കെ വഴക്കിടാറുണ്ട് എന്നും ആലീസ് പറയുന്നു. കുടുംബമായി ജീവിക്കുമ്പോൾ ഈ വഴക്കൊക്കെ റൂമിന് പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും, മറ്റുള്ളവർ കേട്ടാൽ പ്രശ്നമായിരിക്കും. എന്നാൽ നമ്മൾ ഫ്ലാറ്റിലാക്കുമ്പോൾ അങ്ങനെയല്ല, വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സമാധാനം ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. ഇത്തവണ ബർത്ത്ഡേ ഗിഫ്റ്റായി ഗുച്ചി ബാംബു എന്ന പെർഫ്യൂമാണ് ആലീസ് സമ്മാനമായി നൽകിയത്. 12,000 രൂപ വരെയാണ് ഓൺലൈനിൽ അതിന്റെ വില. മലേഷ്യയിൽ പോയപ്പോൾ സജിൻ അത് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നു. വില കൂടിയത് കാരണം അന്ന് വാങ്ങിയില്ല. അത് നോട്ട് ചെയ്തു വെച്ച ആലീസ് ക്രിസ്റ്റി ഈ ബർത്ത്ഡേക്ക് അത് സമ്മാനമായി നൽകുകയായിരുന്നു. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഓഫീസിൽ പോകുമ്പോഴോ താൻ ഇല്ലാത്ത ടൂറുകളിലോ ഈ പെർഫ്യൂം സജിൻ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് നിബന്ധന.